അസ്സലാമു അഞ്ചാം ക്ലാസ്സിലെ താരീഖിലെ 1 മുതൽ 4 വരെയുള്ള പാഠങ്ങളാണ് നമ്മൾ റിവിഷൻ നടത്തുന്നത്. ഇസ്ലാമിൻ്റെ അടിസ്ഥാന ലക്ഷ്യം എന്താണ്? സമാധാനം സ്ഥാപിക്കുക എന്നതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന ലക്ഷ്യം. ബദറിലെ ഖുറൈശികളുടെ ഒട്ടകങ്ങൾ എത്രയായിരുന്നു? 700 ഒട്ടകങ്ങൾ. ചോദ്യം മനസ്സിലാക്കണം. ബദറിലെ ഖുറൈശികളുടെ ഒട്ടകങ്ങൾ. പരീക്ഷയ്ക്ക് ഇങ്ങനെയാണ് ചോദിക്കുക. ഖന്തഖ് നേതൃത്വം ആർക്കായിരുന്നു? അബൂ സുഫിയാൻ. ഖന്തഖിലെ ശത്രുക്കളുടെ നേതൃത്വം ആർക്കായിരുന്നു? അബൂ സുഫിയാൻ. പ്രതിരോധത്തിനുള്ള അനുവാദം ലഭിച്ചത് എപ്പോഴാണ്? ഹിജ്റ 2-ാം വർഷം സഫർ മാസത്തിലാണ്. അസ്വത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംബന്ധിച്ച യുദ്ധത്തിന് എന്തു പറയും? അസ്വത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംബന്ധിക്കാത്ത യുദ്ധത്തിന് എന്തു പറയും? സരിയത്ത്. മദീനയിലെ ജൂത ഗോത്രങ്ങൾ ഏതൊക്കെയാണ്? ബനു ഖുറൈള, ബനു നദീർ. മദീനയിലെ ജൂത ഗോത്രങ്ങൾ ബനു ഖുറൈള, ബനു നദീർ. ഉഹുദിനായി പുറപ്പെട്ട ശത്രുക്കളുടെ കുതിരകളുടെ എണ്ണം. ഉഹുദാണ് ശത്രുപക്ഷത്തുള്ള കുതിരകൾ. എത്രയായിരുന്നു? 200 കുതിരകൾ. ബദറിലെ സ്വഹാബികൾ എത്രയായിരുന്നു? ബദറിലെ സ്വഹാബികൾ എത്ര? 313 സ്വഹാബികൾ. ബദറിലെ മുസ്ലിമീങ്ങളുടെ ഒട്ടകങ്ങൾ എത്ര? 70 ഒട്ടകങ്ങൾ. ബദറിലെ മുസ്ലിമീങ്ങളുടെ ഒട്ടകങ്ങൾ. യുദ്ധത്തെ നേരിടേണ്ടി വരുന്നവർക്ക് അവർ ആക്രമിക്കപ്പെട്ടു എന്നതിനാൽ ഡാഷ് യുദ്ധം അനുവദിച്ചിരിക്കുന്നു. ഉഹുദിനായി പുറപ്പെട്ട ശത്രുക്കൾ എത്രയായിരുന്നു? 3000 യോദ്ധാക്കൾ. എത്ര പേരുണ്ട് ഉഹുദിന്? ശത്രുക്കൾ 3000. ബദറിലെ ഖുറൈശികൾ എത്രയായിരുന്നു? 1000. ബദറിലെ ഖുറൈശികളുടെ കുതിരകൾ എത്രയായിരുന്നു? ബദറിലെ ഖുറൈശികളുടെ കുതിരകൾ 200 കുതിരകൾ. ബദറിൽ സ്വഹാബികളിൽ നിന്ന് എത്ര പേർ ഷഹീദായി? മുസ്ലിമീങ്ങളിൽ നിന്നും മരിച്ചവർ എത്ര? 14 പേർ ഷഹീദായി. ബദറിൽ സംബന്ധിച്ച സ്വഹാബികളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് പറഞ്ഞത്? ബദറിൽ സംബന്ധിച്ച സ്വഹാബികൾ ആരും തന്നെ നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ഉഹുദിനായി പുറപ്പെട്ട ശത്രുക്കളിൽ സ്ത്രീകളുടെ എണ്ണം എത്രയായിരുന്നു? ശത്രുക്കളുടെ സ്ത്രീകൾ 15 സ്ത്രീകൾ. ഉഹുദിനായി പുറപ്പെട്ട ശത്രുക്കളുടെ ഒട്ടകങ്ങൾ. ഉഹുദാണ് ഒട്ടകങ്ങൾ ശത്രുപക്ഷത്ത്. എത്രയായിരുന്നു? 300 ഒട്ടകങ്ങൾ. ബദറിലെ മുസ്ലിമീങ്ങളുടെ പടയങ്കി എത്ര? 6 പടയങ്കി. ഉഹുദിലെ മുസ്ലിമീങ്ങളുടെ എണ്ണം എത്രയായിരുന്നു? 1000. ഉഹുദിൽ പതാക വഹിച്ച ഷഹീദായ മുസ്ലിം. ഉഹുദിൽ പതാക വഹിച്ചായിരുന്ന ആൾ മരിച്ചു അല്ലെ? അതാരായിരുന്നു? മുസ്അബ് ബിനു ഉമൈർ. ഉഹുദിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൊല്ലപ്പെട്ട പിതൃവ്യൻ. നബിയുടെ ഒരു പിതൃവ്യൻ
ഉഹുദ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. അതാരാണ്? ഹംസ റളിയല്ലാഹു അൻഹു. വഴിയിൽ വെച്ച് മടങ്ങിപ്പോയ മുനാഫിക്കുകളുടെ എണ്ണം 300 അല്ലേ? ഉഹുദ് യുദ്ധത്തിൽ വഴിയിൽ വെച്ച് മടങ്ങിപ്പോയവർ 300. ഖന്തക്കിൽ സ്വഹാബികൾ എത്ര പേരുണ്ടായിരുന്നു? 3000 സ്വഹാബികൾ. ഹിജ്റ ഡാഷ് വർഷമായിരുന്നു ബദർ. ഹിജ്റ 2-ാം വർഷം. അമ്പ് വിടുന്നതിൽ വിദഗ്ധരായ 50 പേരെ നിർത്തിയ സ്ഥലം ജബലുർ റുമാത്ത്. എന്താണ് ജബലുർ റുമാത്ത്? ഉഹുദിൽ കൊല്ലപ്പെട്ട ശത്രുക്കളുടെ എണ്ണം 23. ഉഹുദിൽ കൊല്ലപ്പെട്ട ശത്രുക്കൾ എത്രയാണ്? 23. ഉഹുദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിരസിന് ഡാഷ് എന്ത് സംഭവിച്ചു? ഉഹുദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിരസിന് മുറിവേൽക്കുകയും മുൻപല്ല് പൊട്ടുകയും ചെയ്തു. ശിരസിന് മുറിവേൽക്കുകയും മുൻപല്ല് പൊട്ടുകയും ചെയ്തു. ഹിജ്റ 3-ാം വർഷം ശൗവാൽ മാസം 15-നായിരുന്നു ഡാഷ് ഉഹുദ്. ഖന്തക്ക് നടന്ന വർഷം മാസം ഏതാണ്? ഹിജ്റ 5-ാം വർഷം മാസം ശൗവാൽ. ശത്രുപക്ഷത്ത് ഖുറൈശികളും അത്ഫാൻ ഗോത്രക്കാരും ഉണ്ടായിരുന്നത് ഏത് സമയത്താണ്? ഖന്തക്കിൽ അല്ലേ? ഖന്തക്കിലാണ് ശത്രുപക്ഷത്ത് ഖുറൈശികളും അത്ഫാൻ ഗോത്രക്കാരും ഉണ്ടായിരുന്നത്. ഖന്തക്ക് ശത്രുക്കളുടെ എണ്ണം എത്രയായിരുന്നു? 10,000. ഖന്തക്കില് 10,000 ശത്രുക്കൾ ഉണ്ടായിരുന്നു അല്ലേ? ഖന്തക്ക് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? കിടങ്ങ്. ഖന്തക്ക് വിശപ്പ് കാരണം ഡാഷ് കൊണ്ടായിരുന്നു സ്വഹാബികൾ കിടങ്ങ് കീറിയിരുന്നത്. വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിക്കൊണ്ടായിരുന്നു അവർ കിടങ്ങ് കീറിയതല്ലേ? ശത്രുക്കൾക്ക് പ്രവേശിക്കാൻ കഴിയാത്ത വിധം വീതിയും ആഴവും ഉള്ളതായിരുന്നു ഡാഷ് കിടങ്ങ്. ശത്രുക്കൾ എത്ര ദിവസം മദീനയെ വളഞ്ഞു? 15 ദിവസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന കാരണം എന്ത് സംഭവിച്ചു? കൊടുങ്കാറ്റ് അടിച്ചു വീശുകയും ശത്രുക്കൾ ഭയന്ന് ഓടുകയും ചെയ്തു. കൊടുങ്കാറ്റ് അടിച്ചു വീശുകയും ശത്രുക്കൾ ഭയന്ന് ഓടുകയും ചെയ്തു. ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ഡാഷ്. ആയത്ത് പഠിച്ചു വെക്കണം പൂരിപ്പിക്കാൻ വേണ്ടി. ളുലിമു വഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ. ഒന്നുകൂടി ഹദീസ് ആയത്ത് ഓദിച്ചു നോക്കാം. ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ളുലിമു വഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ. ഉഹുദിൽ ഷഹീദായ മുസ്ലിമീങ്ങളുടെ എണ്ണം 70 പേർ ഷഹീദായി ഉഹുദിൽ. ബദറിലെ മുസ്ലിമീങ്ങളുടെ കുതിരകൾ എത്രയായിരുന്നു? ബദറിൽ മുസ്ലിമീങ്ങളുടെ കുതിരകൾ എത്ര? 3 കുതിരകൾ. ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? 3 കുതിരകൾ. ബദറിലെ ഖുറൈശികളുടെ പടയങ്കികൾ എത്രയായിരുന്നു? 600 പടയങ്കികൾ. ബദറിലെ ഖുറൈശികളുടെ പടയങ്കികൾ 600. ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ളുലിമു
وإن الله على نصرهم لقدير. ഒരുപാട് തവണ കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ സാധിക്കും. എന്താണ് ഈ ആയത്തിൻ്റെ അർത്ഥം? യുദ്ധത്തെ നേരിടേണ്ടി വരുന്നവർക്ക് അവർ ആക്രമിക്കപ്പെട്ടു എന്നതിനാൽ യുദ്ധം അനുവദിച്ചിരിക്കുന്നു. നിശ്ചയം അള്ളാഹു അവരെ സഹായിക്കാൻ കഴിവുള്ളവനാണ്. യുദ്ധത്തെ നേരിടേണ്ടി വരുന്നവർക്ക് അവർ ആക്രമിക്കപ്പെട്ടു എന്നതിനാൽ യുദ്ധം അനുവദിച്ചിരിക്കുന്നു. നിശ്ചയം അള്ളാഹു അവരെ സഹായിക്കാൻ കഴിവുള്ളവനാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.